ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ട്രൈയിങ് ഓഫ് വെറൈറ്റി നൊസ്റ്റാൾജി മുട്ടായികളാണ്. കഴിഞ്ഞിടെ നമ്മൾ മറൈൻ എക്സ്പോ കാണാൻ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന മുട്ടായി ആയിരുന്നു ഇതൊക്കെ. ആദ്യം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ പമ്പര മുട്ടായിയാണ്. പക്ഷേ ഈ പമ്പര മുട്ടായി എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത് ഊരിയെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു ഞാൻ. ഇതിനകത്തുനിന്ന് അത് വെടിയിപ്പിച്ചിട്ട് പമ്പരം പോലെ കറക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. അങ്ങനെ നമ്മളതിൻ്റെ കുടുക്ക് എങ്ങനെയൊക്കെയോ അയച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും പിടിച്ച് വലിച്ചിട്ട് കറക്കിയാൽ നല്ല രസമായിരിക്കും പമ്പരം പോലെ. കൂടുതൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ടായാണിത്. പണ്ട് എപ്പോഴും വാങ്ങിച്ചിട്ടിരിക്കുമായിരുന്നു. ഇതിന് അന്ന് 1 രൂപയ്ക്ക് 2 എണ്ണമോ അങ്ങനെ എന്താണ്ടോ കിട്ടുമായിരുന്നു. ഇതിൻ്റെ അടിയിൽ ആനിമൽസിൻ്റെ പ്രിൻ്റ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അന്നും ഇന്നും. ഇനി നെക്സ്റ്റ് വൺ ഈ ഒരു മുട്ടായിയാണ്. പേരെനിക്കറിയില്ല, പക്ഷേ എൻ്റെ അത്ര ഫേവറേറ്റ് ഒന്നും അല്ലായിരുന്നു. ഞാനങ്ങനെ വാങ്ങാറ് പോലും ഇല്ലാത്ത മുട്ടായിരുന്നു ഇത്. നെക്സ്റ്റ് വൺ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബീഡി മുട്ടായിയാണ്. ഇതും പണ്ട് എപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മുട്ടായാണ്. ആദ്യം തിരിച്ചാണ് പിടിച്ചത്. പണ്ട് നമ്മൾ വാങ്ങുന്ന ടൈമിൽ ഇത്രയും നീളമുള്ളതൊന്നും അല്ലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ സാധാരണ സിഗരറ്റിൻ്റെ ഒക്കെ നീളമുള്ള കുട്ടി മുട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് അന്നത്തെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴും. നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് നാരങ്ങ മുട്ടായിയാണ്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമുണ്ടായിരുന്നൊരു മുട്ടായി തന്നെയാണ്. നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. ആ മുട്ടായി ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഫുള്ള് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ട്രൈ ചെയ്യാൻ പോകുന്ന ഈ മുട്ടായാണ്. ചോക്ക് മുട്ടായി എന്നാണ് ആ ടൈമിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതും അത്യാവശ്യം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നൊരു മുട്ടായി തന്നെയാണ്. അങ്ങനെ നമ്മളിത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ മുട്ടായി ഇതെനിക്ക് ഒട്ടും പണ്ടും ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമില്ലാത്ത മുട്ടായിയാണ്. എന്നാലും ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി മാത്രം കഴിച്ച് നോക്കിയാണ്. പക്ഷെ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. മറ്റേ പുളിയുടെ ഒരു വൃത്തികെട്ട ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല, ടേസ്റ്റ് കൊള്ളില്ല. നെക്സ്റ്റ് വൺ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കോയിൻ മുട്ടായിയാണ്. ഇതിന് അന്ന് തന്നെ 1 രൂപ സംതിങ് ആയിരുന്നു. ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മുട്ടായി അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മുട്ടായിരുന്നു. പക്ഷേ അന്നത്തേന് ഇതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, ഇത് കണ്ടിട്ട് പൂത്തുപോയോ എന്ന് സംശയമുണ്ട്. പക്ഷേ പൂത്തിട്ടില്ല. ഇത് കഴിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇതിന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്. പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ റോസമ്മ ടീച്ചർ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പുറകെ ഇരുന്ന് കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു മുട്ടായിയാണിത്. ബട്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും തീരത്തില്ലാത്ത പോലെ ഒട്ടി 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 ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് 50 പൈസയ്ക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി തന്ന മുട്ടായിയാണിത്. പക്ഷേ അതിൻ്റെ അത്രയും കട്ടി ഇന്നത്തെ ഈ മുട്ടായിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ മുട്ടായി. പക്ഷേ ഇത് കഴിച്ച് നോക്കാൻ നമുക്ക് ഭാഗ്യമില്ല ഗൈസ്. അത് തിന്നാൻ പൊന്നിയുണ്ട് ഇവിടെ. ബൈ ഗായ്സ്.